നമസ്കാരം. മലയാളി വാർത്ത ആനുകാലികത്തിലേക്ക് സ്വാഗതം. നമസ്കാരം സാർ. നമസ്കാരം. ഇസ്രായേലിൻ്റെ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു ആക്രമണമായിരുന്നു ഖത്തറിന് നേരിടേണ്ടി വന്നത്. അതിനുശേഷം അറബ് രാജ്യങ്ങളുടെ ഒരു ഉച്ചകോടി ആരംഭിച്ചു. ഇന്നത് അവസാനിക്കുകയും ചെയ്തു. ആ ഒരു ഉച്ചകോടിയിൽ നമ്മൾ നേരത്തെയുള്ള ചർച്ചകൾ ചെയ്തതുപോലെ എന്തായിരിക്കും തീരുമാനമെടുക്കുന്നത്, ഇസ്രായേലിനെ തിരിച്ചടിക്കുമോ എന്നുള്ള രീതിയിലായിരുന്നു. പക്ഷെ ഒന്നും തന്നെ സംഭവിച്ചില്ല. ഒരു താക്കീത് എന്നുള്ള രീതിയിലാണ് ആ ഒരു ഉച്ചകോടി അവസാനിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ അതിലെ ചില രാജ്യങ്ങൾ, ഇസ്രായേലുമായിട്ട് നയതന്ത്ര ബന്ധമുള്ള ചില രാജ്യങ്ങൾ ഒരു മൗനമായിട്ട് തന്നെ ഇരിക്കുകയാണ് ചെയ്തത്. രണ്ട് തലത്തിലാണ്. ഒന്ന്, ഈ അറബ് ഉച്ചകോടി കൂടുന്ന വേളയിൽ കേരളത്തിലെ ഈ അറബ് രാജ്യങ്ങളെ പിന്തുണയ്ക്കുന്നു എന്ന് നമുക്ക് പറയത്തില്ല. പക്ഷേ ഇസ്രായേൽ വിരുദ്ധരുണ്ട്, ജൂത വിരുദ്ധർ. വലിയ മാധ്യമ സംഘം തന്നെ കേരളത്തിലുണ്ട്. ഈ മാധ്യമ സംഘവും ജൂത വിരുദ്ധരുമൊക്കെ കഴിഞ്ഞ 2-3 ദിവസമായി വലിയ ആഘോഷത്തിലായിരുന്നു. അറബ് രാഷ്ട്രങ്ങളുടെ ഉച്ചകോടി. ഇത് കഴിഞ്ഞാൽ പിന്നെ ഇസ്രായേലിന് പപ്പടമാകും എന്നൊക്കെയാണ് ചിലർ പ്രചരിപ്പിച്ചത്. അറബ് രാജ്യങ്ങൾ വെറുതെ ഇരിക്കില്ല, അവർ ഖത്തറിന് പിന്നിൽ അണിനിരന്നു. ഇനി ഇസ്രായേൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിൽ ആക്രമണങ്ങൾ നേരിടേണ്ടി വരും, ഇസ്രായേലിനെ തകർത്ത് തരിപ്പണമാക്കും. ഇത് അറബ് രാഷ്ട്രങ്ങളുടെ അവസാനത്തെ വെല്ലുവിളിയാണ്, മുന്നറിയിപ്പാണ് എന്നൊക്കെ തലത്തിൽ കേരളത്തിലെ മാധ്യമങ്ങൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇവിടെ വാർത്തകൾ കത്തിക്കുകയായിരുന്നു. ഇസ്രായേൽ അക്ഷരാർത്ഥത്തിൽ വിരണ്ടു നിൽക്കുന്ന മട്ടിലാണ് ഇവിടുത്തെ മാധ്യമങ്ങൾ നൽകിയ വാർത്തകൾ. എന്നാൽ അറബ് ഉച്ചകോടിയിൽ ഇത്തരം തീക്കാറ്റുകളൊന്നും നമ്മൾ കണ്ടില്ല. വലിയ തോതിൽ ഇസ്രായേലിനെതിരെയുള്ള വിമർശനങ്ങൾ പോലുമില്ല. അറബ് ഉച്ചകോടി, അറബ് ലീഗ്, ഈ 2 രാഷ്ട്രത്തലവന്മാർ പൂർണ്ണമായി ഖത്തർ കേന്ദ്രീകരിച്ച് ഉച്ചകോടിയിൽ പങ്കെടുത്തിരുന്നു. വിപുലമായ ആലോചന യോഗങ്ങളൊക്കെ ചേർന്നുവെന്നാണ് നമ്മൾ അന്തർദേശീയ മാധ്യമങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയത്. പക്ഷേ ഏറ്റവും ഒടുവിൽ അവരുടെ ഒരു നയം ഒരു പ്രസ്താവനയിൽ ഒതുക്കി. ഇറാൻ പോലുള്ള രാജ്യങ്ങൾ ശക്തമായി ഇസ്രായേലിനെ അപലപിക്കണമെന്ന ഒരു തീരുമാനമെടുത്തിരുന്നു. അവർ ഈ ഉച്ചകോടിയിൽ ഇക്കാര്യം ഉന്നയിക്കുകയും ചെയ്തു. പക്ഷേ മറ്റ് അറബ് രാജ്യങ്ങൾ ഏറെക്കുറെ ഒരു സമതുലിതമായ ഒരു നയതന്ത്രമാണ് അവിടെ പുറത്തെടുത്തത്. ഇസ്രായേലിനെതിരെ കടുത്ത ശകാരം ഇല്ല എന്ന് മാത്രമല്ല, ഇസ്രായേലിനെതിരെ ഉപരോധമടക്കമുള്ള കാര്യങ്ങൾ ഏർപ്പെടുത്തും എന്ന ആദ്യ പ്രതികരണങ്ങളും ഇപ്പോൾ വിലപ്പോയില്ല. അപ്പോൾ അറബ് ഉച്ചകോടി പൂർണ്ണമായും ഇസ്രായേലിനെ തള്ളിക്കളയുന്ന ഒന്നായിരുന്നില്ല. ഇസ്രായേലിനെതിരെ ഉപരോധം, ഖത്തറിൻ്റെ നേതൃത്വത്തിൽ അറബ് രാജ്യങ്ങൾ വീണ്ടും ഇസ്രായേലിനെ ആക്രമിക്കും, ഇസ്രായേൽ ഇനി മിഡിൽ ഈസ്റ്റിൽ തലപൊക്കില്ല എന്നൊക്കെയുള്ള പ്രചരണങ്ങൾ ഇതോടുകൂടി അസ്തമിച്ചു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. പക്ഷെ മറുവശത്ത് ഏറ്റവും തന്ത്രപരമായി നീങ്ങുന്ന അമേരിക്കയെ നമ്മൾ കാണുന്നത്. ദോഹയിൽ ഇപ്പോൾ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഉണ്ട്. അറബ് ഉച്ചകോടി ഒരു തലത്തിൽ അമേരിക്കയുടെ ഒരു പദ്ധതി തന്നെയാണ്. ഇറാൻ പോലുള്ള രാജ്യങ്ങൾ ഉച്ചകോടിയിൽ പങ്കെടുത്തു എങ്കിലും അമേരിക്ക ഡിക്റ്റേറ്റ് ചെയ്ത അതേ വഴിയിലൂടെയാണ് ഉച്ചകോടി സഞ്ചരിക്കുന്നത്, ഉച്ചകോടി സഞ്ചരിച്ചത്. അവരുടെ തീരുമാനങ്ങൾ പരിശോധിക്കുമ്പോൾ അതാണ് നമുക്ക് ബോധ്യപ്പെടുന്നത്. മറുവശത്ത് ഖത്തർ ഇപ്പോൾ വീണ്ടും വെടിനിർത്തൽ ചർച്ചകളുമായി മുന്നോട്ട് വരുന്നു. അതിന് ഖത്തറിനെ പ്രേരിപ്പിച്ചത് അമേരിക്കയാണ് എന്ന് അമേരിക്ക പറയുന്നു. എന്നാൽ നിർണായകമായ ചില വെളിപ്പെടുത്തലുകൾ ഇപ്പോൾ ഇസ്രായേൽ മാധ്യമങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിലൊന്ന്, ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഖത്തർ ആക്രമിക്കപ്പെടുന്നതിന് 50 മിനിറ്റ് മുൻപ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ നേരിട്ട് ഫോൺ വിളിച്ചിരുന്നുവെന്ന് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വന്നു. ഖത്തർ തങ്ങൾ ആക്രമിക്കുന്നു എന്ന വിവരം അമേരിക്കൻ പ്രസിഡന്റിനെ നേരിട്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ധരിപ്പിച്ചിരുന്നു. ഇതിനോട് അനുകൂലമോ പ്രതികൂലമോ ആയ പ്രതികരണം അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് നടത്തിയില്ല എന്ന് മാത്രവുമല്ല, പിന്നീട് അമേരിക്കൻ പ്രസിഡന്റ് ഖത്തറിനെ ഈ വിവരം അറിയിക്കുമ്പോഴേക്കും ഏറെ വൈകിയിരുന്നു. അപ്പോൾ ആക്രമണത്തിന് ശേഷമാണ്. അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുടെ ഒരു വിശദീകരണം നമ്മൾ കണ്ടു. ഇസ്രായേൽ മിസൈലുകൾ ഖത്തറിൻ്റെ ആകാശത്തെത്തിയപ്പോഴാണ് അമേരിക്ക ഇത് തിരിച്ചറിഞ്ഞത്. അപ്പോഴേക്കും സമയം അതിക്രമിച്ചിരുന്നുവെന്ന്. പക്ഷെ 50 മിനിറ്റ് ഏറ്റവും നിർണായകമായ പ്രതിരോധത്തിൻ്റെ ആ നിമിഷങ്ങൾ, അത് കൃത്യമായി മനസ്സിലാക്കി തന്നെയാണ് അമേരിക്ക നീങ്ങിയത്. ചുരുക്കത്തിൽ അമേരിക്കയുടെ മൗനാനുവാദം ആക്രമണത്തിനുണ്ടായിരുന്നു. പരസ്യമായി ട്രംപ് നെതന്യാഹുവിനെ ഇത്തരമൊരു ആക്രമണത്തിന് പ്രേരിപ്പിച്ചില്ല എന്നത് വസ്തുതയായിരിക്കാം. പക്ഷേ അമേരിക്കയുടെ ഒരു മൗന പിന്തുണ, അമേരിക്കയുടെ ശക്തമായ ഒരു ധാർമ്മിക പിന്തുണ ഇക്കാര്യത്തിൽ ഇസ്രായേലിനും നെതന്യാഹുവിനും ലഭിച്ചു. അതാണ് ഈ സംഭവത്തിലെ ഏറ്റവും കരുത്തുറ്റ ഒരു ഭാഗം. മറുവശത്ത് ഖത്തറിനെ അമേരിക്ക ഏത് തലത്തിൽ ഈ വിവരം അറിയിച്ചു എന്നിടത്താണ് സംശയങ്ങൾ പൊതുവേ ഉള്ളത്. ആക്രമണത്തിന് ശേഷമാണോ, ആക്രമണത്തിന് മുൻപാണോ, അഥവാ ഇത്തരമൊരു കാര്യം നേരത്തെ ഖത്തറിനെ അറിയിച്ചിരുന്നു എങ്കിൽ ഹമാസ് കേന്ദ്രം മുൻനിർത്തി മാത്രമേ ആക്രമണം നടക്കൂ, ഇതുകൊണ്ട്
ഖത്തറിന് മറ്റ് അപകടങ്ങൾ സംഭവിക്കില്ല എന്നൊരുപക്ഷെ വ്യക്തമായി അമേരിക്ക ഖത്തറിനെ ബോധ്യപ്പെടുത്തിയിരിക്കാം. എന്നാൽ അമേരിക്കയുടെ മറ്റ് ചില നയതന്ത്രങ്ങൾ ഇപ്പോൾ നമ്മൾ മിഡിൽ ഈസ്റ്റിൽ കാണുന്നു. മാർക്കോ റൂബിയോയുടെ സന്ദർശനം മാത്രമല്ല, വൈറ്റ് ഹൗസ് വ്യക്തമാക്കിയ ചില വസ്തുതകളുണ്ട്. അവർ പറയുന്നത് ഖത്തർ അമേരിക്കയ്ക്ക് ഏറ്റവും സഖ്യപ്രാധാന്യമുള്ള ഒരു രാജ്യമാണ്. ഖത്തറുമായുള്ള ബന്ധം കൂടുതൽ ദൃഢതയോടെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകും. ഇസ്രയേലിനെ ഇന്ന് ചേർത്ത് പിടിച്ചുകൊണ്ടാണ് അമേരിക്ക ഇത് പറയുന്നത്. ഇസ്രയേലുമായുള്ള അമേരിക്കയുടെ ബന്ധത്തിൽ ഒരു ഉലച്ചിലുമില്ല എന്ന് അമേരിക്ക ഇന്ന് അസന്നിഗ്ധമായി വ്യക്തമാക്കി. വൈറ്റ് ഹൗസിൻ്റെ പ്രസ്താവനയിൽ വളരെ വ്യക്തമാണ്. ഇസ്രയേലിനോട് അമേരിക്കയ്ക്ക് യാതൊരുവിധ എതിർ സ്വരങ്ങളുമില്ല എന്ന് വൈറ്റ് ഹൗസ് വ്യക്തമാക്കി. അമേരിക്കയും ഇസ്രയേലും തമ്മിലുള്ള സഖ്യം ഇതേപോലെ സുദൃഢമായി തുടരുമെന്ന് അമേരിക്ക വ്യക്തമാക്കി. ചുരുക്കത്തിൽ അമേരിക്കയുടെ മൗനാനുവാദം ഖത്തർ ആക്രമണത്തിനുണ്ടായിരുന്നുവെന്നും വ്യക്തമാണ്. ഇക്കാര്യം ഖത്തറിനും അറിയാം. എന്നാൽ അറബ് രാജ്യങ്ങളിലെ ജനങ്ങളുടെ ഒരു പൊതുവികാരം അത് കണക്കിലെടുത്ത് രാഷ്ട്രത്തലവന്മാർ ഒരുമിച്ച് ചേരുന്നു. ഇസ്രയേലിനെ ഇപ്പോൾ അങ്ങ് കത്തിക്കും എന്നൊക്കെ ആദ്യഘട്ടത്തിൽ പ്രതികരിച്ച മാധ്യമങ്ങൾ പിന്നീട് നിശബ്ദരായി. അമേരിക്കയുടെ ഇംഗിതം തന്നെയാണ് ആ ഗൾഫ് മേഖലയിലും മിഡിൽ ഈസ്റ്റിലുമൊക്കെ പൂർണ്ണമായും നടപ്പിലാക്കുന്നത് എന്ന് ഉറപ്പിക്കുന്ന മറ്റ് ചില പ്രതികരണങ്ങൾ. ഇതാണ് അവിടെയുള്ള ഒരു പൊതുചിത്രം. ഇപ്പോൾ ഒരുപക്ഷെ ഹമാസ് കേന്ദ്രത്തിന് നേരെയാണ് ആക്രമണം ഉണ്ടായതെങ്കിലും തൊട്ടടുത്ത ആരാധനാലയങ്ങളും സ്കൂളുകളും ഒക്കെ ഉണ്ടായിരുന്നു എന്ന് ഖത്തർ പറയുന്നുണ്ട്. ഇനി ഇത്തരത്തിലുള്ള ആക്രമണം ഉണ്ടാവില്ല എന്ന് ട്രംപ് വാക്കു കൊടുക്കുമ്പോഴും ഇസ്രായേൽ നെതന്യാഹു പറയുന്നു ഹമാസ് ഭീകരർ എവിടെയുണ്ടോ അവിടെ ഞങ്ങൾ ആക്രമിക്കുമെന്നുള്ളത്. അല്ല, ഇവിടെ വലിയൊരു വൈരുദ്ധ്യം ഇരുവരുടെയും സംഭാഷണങ്ങളിലുണ്ട്. ഇന്ന് ട്രംപിൻ്റെ ഒരു വിശദമായ പ്രസ്താവന പുറത്തു വന്നു. ഖത്തർ ഇനി സുരക്ഷിതമായിരിക്കുമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഉറപ്പ് നൽകുന്നത്, ലോകത്തിന് ഉറപ്പ് നൽകുന്നത്. ഇതിന് വ്യക്തമായൊരു കാരണമുണ്ട് ഇത്തരമൊരു പ്രസ്താവനയ്ക്ക്. കാരണം ഖത്തർ സുരക്ഷിതമായിരിക്കുമെന്ന് അമേരിക്ക പ്രഖ്യാപിച്ചാൽ മറ്റ് അറബ് രാജ്യങ്ങൾക്ക് ഇനി ഖത്തറിന് മേൽ വലിയ ആശങ്കയൊന്നും വേണ്ട, അമേരിക്ക നോക്കിക്കോളും. അങ്ങനെയൊരു മെസ്സേജ് അതിലുണ്ട്. മറുവശത്ത് പക്ഷേ നെതന്യാഹു ആവർത്തിക്കുന്നു, ഹമാസ് ഭീകരർ ഇനി ലോകത്ത് എവിടെ ഒളിച്ചാലും അവർ സുരക്ഷിതരായിരിക്കില്ല, അവരെ ഞങ്ങൾ വേട്ടയാടും, തേടിപ്പിടിച്ച് വധിച്ചിരിക്കും, ഖത്തറിന് നേർക്ക് ഇനിയും ആക്രമണം നടത്തും. ഇതിന് നെതന്യാഹു വീണ്ടും വീണ്ടും ആവർത്തിക്കുന്ന ഒരു ഉദാഹരണമുണ്ട്. സെപ്റ്റംബർ 11 2001 വേൾഡ് ട്രേഡ് സെൻറ്ററിന് നേർക്കുണ്ടായ ഭീകരാക്രമണം. അൽ ഖ്വയ്ദയും ഒസാമ ബിൻ ലാദനും ചേർന്ന് അമേരിക്കൻ വാണിജ്യ തലസ്ഥാനത്തെ ട്വിൻ ടവർ, വേൾഡ് ട്രേഡ് സെൻറ്റർ, അത് അമേരിക്കൻ യാത്രാ വിമാനങ്ങൾ റാഞ്ചി ആ ട്രേഡ് സെൻറ്റർ അന്ന് തകർത്ത അതിക്രൂരമായ സംഭവം. 3000-ലധികം അമേരിക്കൻ ജനതയാണ് അന്ന് മരിച്ചു വീണത്. അന്ന് അമേരിക്ക എടുത്ത ചില നടപടികൾ, അമേരിക്ക പറഞ്ഞിരുന്നു ഈ ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ച ഭീകരർ ലോകത്തിൻ്റെ ഏത് കോണിൽ ഒളിച്ചാലും ഏത് രാജ്യത്തവർ ജീവിക്കാം എന്ന് കരുതിയാലും ഞങ്ങൾ അവരെ തേടിപ്പിടിച്ച് വധിച്ചിരിക്കുമെന്ന്. ഇക്കാര്യം വളരെ വിശദമായി ഇക്കഴിഞ്ഞ ദിവസം നെതന്യാഹു തൻ്റെ പ്രസ്താവനയിൽ ആവർത്തിക്കുകയും ചെയ്തു. അമേരിക്ക സെപ്റ്റംബർ 11 ആക്രമണത്തിന് പ്രതികാരം ചെയ്തതിന് സമാനമായിരിക്കും ഇസ്രായേലിൻ്റെ പ്രതികാരമെന്ന്. അന്ന് സെപ്റ്റംബർ 11 ആക്രമണത്തിൽ അമേരിക്ക എങ്ങനെ പ്രതികാരം ചെയ്തുവെന്നും നെതന്യാഹു വ്യക്തമാക്കി. അഫ്ഗാനിസ്ഥാനിൽ അമേരിക്ക നടത്തിയ ആക്രമണങ്ങൾ, പിന്നീട് പാകിസ്ഥാനിലെ അട്ടബാബാദിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന ഒസാമ ബിൻ ലാദനെ അമേരിക്കൻ സൈനികർ ഹെലികോപ്റ്ററുകളിലെത്തി വധിച്ച സംഭവം, പാകിസ്ഥാനിൽ തന്നെ ഒളിച്ചു കഴിഞ്ഞ മറ്റൊരു അൽ ഖ്വയ്ദ തീവ്രവാദിയെ അമേരിക്ക കയ്യോടെ തൂക്കിയെടുത്ത് ഗാന്ധിരാമോ തടവറയിലാക്കിയ ചരിത്രം, ഇതൊക്കെ ഇപ്പോഴും ലോകത്തിന് മുന്നിലുണ്ട്. അപ്പോൾ ഏത് രാജ്യത്തൊളിച്ചാലും അവരെ തേടിപ്പിടിച്ച് തങ്ങളുടെ വരുതിയിലെടുക്കുന്ന, കസ്റ്റഡിയിലെടുക്കുന്ന അമേരിക്കൻ നയം ഇത് തന്നെ തങ്ങൾ പുലർത്തുമെന്നാണ് ഇസ്രായേലും പറയുന്നത്. നെതന്യാഹു സെപ്റ്റംബർ 11 ആക്രമണത്തെ ഉദ്ധരിച്ചുകൊണ്ടാണ് 2023 ഒക്ടോബർ 7 ആക്രമണത്തിന് തങ്ങൾ പ്രതികാരം ചെയ്യുമെന്ന് ഇപ്പോഴും ആവർത്തിക്കുന്നത്. ഇസ്മയിൽ ഹനിയെ മാത്രമല്ല, തങ്ങളുടെ ലിസ്റ്റിലുള്ള ഹമാസ് നേതാക്കളുടെ പട്ടികയിൽ നിരവധി പേരുണ്ട്. അതിൽ മിക്ക നേതാക്കളെയും ഇതിനകം തന്നെ വകവരുത്തി. എന്നാൽ ഇപ്പോഴും ഖത്തറിലെ മണ്ണിൽ സുരക്ഷിതമായി കഴിയുന്ന ഹമാസ് മേധാവിയും ഹമാസിൻ്റെ പൊളിറ്റിക്കൽ വിങ് മേധാവിയും ഒക്കെ വധിക്കപ്പെടേണ്ടവരുടെ ലിസ്റ്റിലുണ്ട് എന്നാണ് നെതന്യാഹു ആവർത്തിക്കുന്നത്. അതെ, അവിടെയാണ് വീണ്ടും ഒരു സംശയം വരുന്നത്. ട്രംപ് ഇത്തരത്തിൽ ഖത്തറിനെ പ്രൊട്ടക്റ്റ് ചെയ്യുമെന്ന് പറയുമ്പോഴും ഈ ഒരു അറബ് ഉച്ചകോടി ഒരു താക്കീതായിട്ട് വരുമ്പോഴും ഇനിയൊരു ആക്രമണം ഉണ്ടായാൽ അറബ് രാജ്യങ്ങളുടെ പ്രതികരണമാണ് ഇനി ഒരു പക്ഷേ അവിടെ ഏറ്റവും തന്ത്രപരമായ നീക്കമാണ് ഇവിടെ ഇസ്രായേൽ നടത്തുന്നത്. അതിനൊരു കാരണമുണ്ട്. ഇപ്പോൾ ഗസ
സിറ്റിയുടെ നേർക്ക് ഇസ്രയേൽ അതിശക്തമായി ഇന്നലെ 3 സ്ഫോടനങ്ങൾ, ഉഗ്ര സ്ഫോടനങ്ങൾ, 86 പേർ മരണമടഞ്ഞു. ഗസയിൽ നിന്ന് നിരവധി പേരാണ് പലായനം ചെയ്യുന്നത്. സിറ്റിയിലില്ല ഒരു ദിവസം 20,000-30,000 ലക്ഷം ആളുകൾ താമസിക്കുന്ന ഇടമാണ്. അവിടെ നിന്ന് ആളുകളൊക്കെ ഒഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതിനിടയ്ക്ക് ഹമാസ് ഭീകരർ ഓരോ വീടുകളിൽ കയറി ഇറങ്ങി ഭീഷണിപ്പെടുത്തുന്നുണ്ട്, ഒഴിയരുത് എന്ന് പറഞ്ഞുകൊണ്ട്. അല്ല, അവിടെയാണ് ഇപ്പോൾ ബന്ദികളെ മനുഷ്യ കവചങ്ങളാക്കും എന്നവർ ഭീഷണിപ്പെടുത്തുന്നു. അവരെ ഇപ്പോൾ പുറത്തേക്ക്, തുരങ്കങ്ങളിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്ന് അവരെ പുറം ലോകത്ത് വീടുകളിൽ താമസിപ്പിക്കുന്നു. അപ്പോൾ ഇസ്രായേൽ ആക്രമണത്തിൽ അവർ കൊല്ലപ്പെടും. അതൊരു മനുഷ്യ കവചമാണ്. അത്തരം തന്ത്രങ്ങൾ പയറ്റുന്ന ഹമാസ് പക്ഷെ അതിനെതിരെ ശക്തമായ മുന്നറിയിപ്പ് ഇന്ന് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് നൽകിയിട്ടുണ്ട്. ഏതെങ്കിലും തലത്തിൽ ഹമാസ് ബന്ദികളെ മനുഷ്യ കവചങ്ങളാക്കാൻ ശ്രമിച്ചാൽ അതിന് പ്രത്യാഘാതം വളരെ ഗുരുതരമായിരിക്കുമെന്ന് ട്രംപ് പറയുന്നു. ഇത് തന്നെയാണ് ഇസ്രായേൽ ആഗ്രഹിക്കുന്നത്. ഒരു വശത്ത് ഹമാസിൻ്റെ നേതാക്കൾ എവിടെ ഒളിച്ചാലും അവരെ തേടിപ്പിടിച്ച് വധിക്കും എന്ന് ഭയപ്പെടുത്തുന്നതിന് പിന്നിൽ ഗസ നഗരവും ഗസയും പിടിച്ചെടുക്കാനുള്ള ഇസ്രായേൽ തീരുമാനം തന്നെയാണ്. ആദ്യം ഗസ നഗരം, പിന്നീട് ഓരോ ഇഞ്ചും തങ്ങളുടെ കാൽക്കീഴിലാക്കി ആ പലസ്തീൻ എന്ന രാഷ്ട്രസങ്കല്പം ദിവസങ്ങൾക്ക് മുൻപ് നെതന്യാഹു പരസ്യമായി അത് നിഷേധിച്ചിരിക്കുന്നു. ആ പലസ്തീൻ എന്ന സങ്കല്പം തന്നെ പൂർണ്ണമായും നിഷേധിച്ചുകൊണ്ട് ഗസ മുനമ്പ് പിടിച്ചെടുക്കുകയാണ് ഇപ്പോൾ ഇസ്രായേലിൻ്റെ ലക്ഷ്യം. ഇതിന് നമുക്ക് ഇസ്രായേലിനെ തടഞ്ഞു നിർത്താൻ പറ്റുന്ന ലോകരാഷ്ട്രങ്ങളോ ലോക നേതാക്കളോ മുന്നിലില്ല എന്നതാണ് വാസ്തവം. കാരണം ബന്ദികളുടെ പേരിലാണ് ഈ നീക്കങ്ങൾ അത്രയും. ബന്ദികളെ വിട്ടുകൊടുത്താൽ അവിടെ ഹമാസ് പൂർണ്ണമായി കീഴടങ്ങളുടെ പക്കലെത്തും. പിന്നീട് ഹമാസിന് ഒരു തരിമ്പ് പോലും ഉയർത്തെഴുന്നേൽക്കാൻ കഴിയില്ല. അതാണ് അവരിപ്പോഴും ബന്ദികളെ വെച്ച് ഇത്തരം വിലപേശലുകൾ നടത്തുന്നത്. എന്നാൽ 2 തലത്തിലുള്ള ആക്രമണ പദ്ധതിയാണ് ഇപ്പോൾ ഇസ്രായേൽ തയ്യാറെടുത്ത് നിൽക്കുന്നത്. ഒന്ന്, അറബ് ലീഗ് ഏതെങ്കിലും തലത്തിൽ ഇസ്രായേലിന് നേർക്കൊരു തിരിച്ചടിക്ക് മുതിർന്നാൽ ആ പ്രദേശങ്ങൾ ഇസ്രായേൽ പൂർണ്ണമായി ഒരു കരിക്കൂമ്പാരമാക്കി മാറ്റും. ആ പ്രദേശങ്ങൾ പൂർണ്ണമായും ചുട്ടരിക്കും. അത് ഇസ്രായേലിൻ്റെ ഒരു നിശ്ചയമാണ്. മറുവശത്ത് ഗസയുടെ പേരിൽ ഇനി ഇത്തരം എതിർസ്വരങ്ങൾ ഉയരരുത് എന്നും അവർ ശഠിക്കുന്നുണ്ട്. അപ്പോൾ ഇസ്രായേൽ വളരെ കോപാകുലരായി ആക്രമണങ്ങൾക്ക് ശക്തി കൂട്ടി വീണ്ടും ഹമാസിനെതിരെയും ഹമാസ് നേതാക്കൾക്കെതിരെയും ആക്രമണം മുന്നേ കൂർപ്പിക്കുന്ന കാഴ്ച നമ്മൾ ആ മേഖലയിൽ നിന്ന് കാണുന്നത്. പക്ഷെ അവിടെയും നിരവധി, ഒരുപക്ഷെ മലയാളികൾക്ക് കൂടുതൽ സംശയം വരാൻ സാധ്യതയുണ്ട്. കാരണം നിരവധി പ്രവാസികൾ ഖത്തർ, യമൻ ഇത്തരത്തിലുള്ള അറബ് രാജ്യങ്ങളിൽ ആശ്രയിക്കുന്നു. നമ്മുടെ ഒരുപക്ഷെ സാമ്പത്തിക സ്രോതസ് തന്നെ നമ്മുടെ പ്രവാസികളായിരിക്കും. അത്തരത്തിൽ പ്രവാസികളെ, ഇത്തരത്തിലുള്ള നിരവധി പ്രവാസികൾക്ക് അന്നം നൽകുന്ന നിരവധി അറബ് രാജ്യങ്ങളുണ്ട്. അവരുടെയൊക്കെ ജീവിത നിലവാരം എന്തായിരിക്കുമെന്നൊരു സംശയമുണ്ട്. മാത്രമല്ല ഇത്രത്തോളം ഒരു വികസനമുള്ള അല്ലെങ്കിൽ സാമ്പത്തിക സ്രോതസ്സുള്ള അറബ് രാജ്യങ്ങൾക്ക് എന്തുകൊണ്ട് ഇസ്രായേൽ പോലുള്ള രാജ്യത്തിനെ തിരിച്ചൊന്ന് ആക്രമിക്കാൻ കഴിയാതെ വരുന്നു? ഗൾഫ് രാജ്യങ്ങൾ പൊതുവെ തങ്ങളുടെ സുരക്ഷയ്ക്ക് അമേരിക്കയെ ആശ്രയിക്കുന്ന ഒരു നയമാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഇനി ഖത്തറാണെങ്കിലും നമുക്കറിയാം, സൗദി ആണെങ്കിലും UAE ആണെങ്കിലും അമേരിക്കൻ വ്യോമ സുരക്ഷയാണ് ഈ രാജ്യങ്ങളൊക്കെ ഇപ്പോൾ തേടിയിട്ടുള്ളത്. അമേരിക്കയാണ് അവർക്ക് പ്രതിരോധ തലത്തിൽ വലിയ സംരക്ഷണ കവചം ഒരുക്കിയിരിക്കുന്നത്. അതിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നത് ഇറാൻ പോലുള്ള രാജ്യങ്ങൾ മാത്രമാണ്. ഇറാൻ, ടർക്കി. പക്ഷെ ടർക്കി നമുക്കറിയാം നാറ്റോ അംഗരാജ്യമാണ്. ടർക്കി പൊതുവെ അമേരിക്ക ഉൾപ്പെടുന്ന നാറ്റോയിലെ അംഗരാജ്യമായിരിക്കുമ്പോഴും അമേരിക്കയ്ക്കെതിരെ പലപ്പോഴും മുരടനക്കാറുണ്ട് ടർക്കി. ടർക്കിയെ സംബന്ധിച്ച് അറബ് ഉച്ചകോടിയിൽ വലിയ റോൾ എടുക്കാനുള്ള ഒരു പല തലത്തിൽ അവർക്ക് സമ്മർദ്ദങ്ങളുണ്ട്. ഒന്ന്, നാറ്റോ സഖ്യരാജ്യമാണ്. മറുവശത്ത് ഇറാനിലും ടർക്കിയിലുമൊക്കെയുള്ള മുസ്ലിം ജനവിഭാഗവും UAE അല്ലെങ്കിൽ സൗദി അറേബ്യ കേന്ദ്രീകരിച്ചുള്ള മുസ്ലിം ജനവിഭാഗവും തമ്മിലുള്ള ഒരു വ്യത്യാസം, ഈ സുന്നി ഷിയ വിഭാഗങ്ങൾ തമ്മിലുള്ള ഒരു വേർതിരിവ്. ഒരു കാലത്തും ഈ വേർതിരിവ് നമ്മൾ കരുതുന്നതിനേക്കാൾ ഭയാനകമായ ഒരു വിള്ളലാണ്. ഇറാൻ ഒരു കാലത്തും സൗദി അറേബ്യയോടും UAEയോടും ഒരു അനുകൂല മനോഭാവം പുലർത്തിയിട്ടില്ല. വളരെ തന്ത്രപരമായ നിലപാട് ഇസ്രായേലിൻ്റെ കാര്യത്തിൽ മാത്രമാണ് ഇറാൻ സ്വീകരിച്ചിട്ടുള്ളത്. ഇസ്രായേലിനെതിരെ നടപടിക്ക് ഇറാൻ ഇറങ്ങിത്തിരിച്ചപ്പോൾ അന്ന് മറ്റ് അറബ് രാജ്യങ്ങളൊന്നും പിന്തുണയുമായി എത്തിയില്ല. കാരണം അവർക്ക് എത്താൻ കഴിയില്ല. അമേരിക്കൻ പിന്തുണ വിട്ട് ഇത്തരമൊരു നീക്കത്തിലേക്ക് അവർക്ക് നടന്നെടുക്കാൻ കഴിയില്ല. ഇനി ഏതെങ്കിലും തലത്തിൽ അമേരിക്കയെ തങ്ങളുടെ പ്രതിരോധ സഖ്യത്തിൽ നിന്ന് പുറത്താക്കാൻ അറബ് രാജ്യങ്ങൾ ഒരു തീരുമാനമെടുത്താൽ ഈ അറബ് രാജ്യങ്ങൾ പൂർണ്ണമായി ഇറാൻ്റെ കീഴിലാവും. ഇറാൻ അവരെയൊക്കെ ആക്രമിച്ച് കീഴ്പ്പെടുത്തും. അത് അവർക്കറിയാം. ഇറാൻ പലപ്പോഴും ഹൂതികളെ ഉപയോഗിച്ചുകൊണ്ട് സൗദി അറേബ്യയ്ക്ക് നേരെ ആക്രമണത്തിന് മുതിർന്നിട്ടുണ്ട്. ഇറാൻ മുമ്പ് ഇറാഖ് യുദ്ധത്തിൽ ഏർപ്പെടുന്ന ഘട്ടത്തിലും അന്ന് അറബ് രാജ്യങ്ങൾ വളരെ സൂക്ഷ്മതയോടെയാണ് നീങ്ങിയത്. അറബ് രാജ്യങ്ങൾ തമ്മിലുള്ള ഈ സ്പർദ്ധയും
അവർക്കിടയിലെ വിള്ളലുകളും അതാണ് പലപ്പോഴും അമേരിക്ക മുതലാക്കിയിട്ടുള്ളത്. അമേരിക്കയുടെ എക്കാലത്തെയും സ്വപ്നം സൗദി, UAE, ഇസ്രയേൽ ആ ഒരു ബന്ധമാണ്. അതിലേക്ക് അമേരിക്ക കൂടി ഉൾപ്പെട്ട് ആ മേഖല പൂർണ്ണമായും അമേരിക്കൻ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരികയാണ്. കാരണം അവിടെ സൈനിക തലത്തിലും പ്രതിരോധ തലത്തിലും കൂടുതൽ കരുത്തോടെ അമേരിക്കയ്ക്ക് നിൽക്കണമെങ്കിൽ ഇസ്രായേലിൻ്റെ സഹകരണം ആവശ്യമുണ്ട്. ഇസ്രായേലി പോരാളികൾ ലോകത്തിലെ ഏറ്റവും കരുത്തുറ്റ പോരാളികളാണ്. ഇപ്പോഴത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അറബ് ലീഗ് ഒരുമിച്ച് നിൽക്കുകയും അവർ ഇസ്രായേലിനെതിരെ ആക്രമണം നടത്തുക എന്ന സ്വപ്നം അത് വളരെ വിദൂരമാണ്, ഒരിക്കലും സാധിക്കാൻ പോകുന്നൊരു കാര്യമല്ല. കാരണം അതിൽ അമേരിക്ക പരിപൂർണമായി അവരുടെ സഖ്യത്തിൽ നിന്ന് പിഴുതെറിയേണ്ടി വരും. അത്തരത്തിൽ ഒരാക്രമണം ഒരിക്കലും അറബ് രാജ്യങ്ങൾക്ക് ഇസ്രായേലിന് മേൽ ആക്രമണവുമായി ഇസ്രായേലിന് നേർക്ക് അവർക്ക് അടുക്കാൻ കഴിയില്ല. കാരണം ഇസ്രായേലിൻ്റെ ഒരു ചരിത്രം അതാണ്. ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ നമ്മുടെ മിടുക്കന്മാരായിട്ടുള്ള യുവാക്കൾ ടെക്നിക്കൽ പരമായിട്ട് IT വിഭാഗങ്ങളിലൊക്കെ ഉള്ള ഒരു അറബ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവരുണ്ട്. പണ്ടൊക്കെ പറയാറുണ്ട് അറബികൾക്ക് അത്രത്തോളം അക്ഷരജ്ഞാനമില്ല എന്നുള്ളത്. ഒരു പക്ഷേ അതിൽ നിന്നൊക്കെ ഇപ്പോൾ മാറ്റം സംഭവിച്ചിരുന്നു. ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ കൂടി ഒരു പക്ഷേ ഇതൊക്കെ അവർക്കൊരു ഒരു അനുഭവം തന്നെയായിരിക്കും. ആ ഒരു മികച്ച ഒരു വിദ്യയിലൊക്കെ ഒരു പാഠവും കിട്ടിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ സ്വതന്ത്ര രാജ്യങ്ങളായിട്ട് തന്നെ എപ്പോഴും ട്രംപ് അമേരിക്കയൊന്നും വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു അനുഭവം കൂടിയാണ് ഇപ്പോഴത്തെ ഖത്തർ ആക്രമണം. ഒരുപക്ഷെ ഈ ഒരു അറബ് ഉച്ചകോടി നമുക്ക് കൃത്യമായിട്ടുള്ള വിവരങ്ങളില്ല, ഇതൊക്കെ ചർച്ച ചെയ്യുന്നുണ്ടായിരിക്കും. ഇതൊക്കെ ഒരു അനുഭവങ്ങളായിരിക്കും. ഇനിയും വരുന്ന നാളുകളിലെങ്കിലും ഇത്തരത്തിൽ ശാസ്ത്ര സാങ്കേതിക മേഖലയിലൊക്കെ അറബ് രാജ്യങ്ങൾ വികസിക്കട്ടെ, സ്വന്തമായ നിലപാടുകളിൽ നിൽക്കട്ടെ. മറ്റൊരു രാജ്യത്തിനെ താങ്ങുമ്പോൾ അല്ലെങ്കിൽ ഇത്തരത്തിൽ ചൂഷണം ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. നമ്മളും അതിൻ്റെയൊക്കെ ഇരകളായിട്ടുണ്ട് ഒരു കാലത്ത്. ഈ അറബ് രാജ്യങ്ങളിലുള്ളതൊരു നമുക്കറിയാം, ഒരു രാജകീയ പദവിയിൽ ഏകാധിപത്യ ശൈലിയിലുള്ള ഭരണക്രമമാണ്. അവർക്ക് അവിടെ ജനാധിപത്യം പുലരണമെന്ന് വലിയ താല്പര്യമില്ല. ജനാധിപത്യം പലപ്പോഴും ആ രാജ്യത്തെ ശിഥിലീകരണത്തിന് കാരണമാകും. നമ്മൾ കണ്ടതാണ് ട്യൂണീഷ്യയിൽ, പിന്നീട് പല നൈജീരിയയിൽ, പല മേഖലകളിലും നമ്മളത് കണ്ടതാണ്. ട്യൂണീഷ്യൻ വിപ്ലവം തന്നെയാണ് അറബ് രാജ്യങ്ങളിലേക്ക് അക്കാലത്ത് പടർന്നു കയറിയത്. പല മേഖലകളിലേക്കും അറബ് രാജ്യങ്ങൾ, ആഫ്രിക്കയിലുള്ള അറബ് രാജ്യങ്ങളിൽ തുടങ്ങിയ മുല്ലപ്പൂ വിപ്ലവം പിന്നീട് പല രാജ്യങ്ങളെയും കടപുഴകി. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ UAE ഭരണാധികാരികൾക്ക്, സൗദി അറേബ്യയിലെ രാജകുടുംബത്തിന് തങ്ങളുടെ ഭരണം നിലനിർത്തണമെങ്കിൽ അതിന് കരുത്തുറ്റ അമേരിക്കയെ പോലൊരു സഖ്യരാജ്യത്തെ ആവശ്യമുണ്ട്. അമേരിക്കയ്ക്ക് ഈ നാടുകളിലെ ഈ രാജ്യങ്ങളിലൊക്കെ വാണിജ്യപരമായ സാമ്പത്തികപരമായ താല്പര്യങ്ങളുമുണ്ട്. അതുകൊണ്ട് അവർ തന്ത്രപരമായ ഒരു സമീപനം മാത്രമേ ഇക്കാര്യത്തിൽ പുലർത്തൂ. ഇസ്രായേൽ അതിലപ്പുറം ഹമാസ് പോരിൽ തങ്ങളുടെ ഭരണ സ്വാധീനം കളയുക ഈ രാജ്യങ്ങളുടെ ഭരണത്തലവന്മാരുടെ ഒരു ലക്ഷ്യമല്ല. അതുകൊണ്ട് വളരെ തന്ത്രപൂർവ്വം ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് ഇസ്രായേലിനെതിരെ അറബ് ലീഗ് എന്ന ഒരു ശക്തി ഇവിടെ ഉണ്ട് എന്ന് തങ്ങളുടെ പൗരന്മാരെ ബോധ്യപ്പെടുത്തുക, അത് മാത്രമേ ഉള്ളൂ അവരുടെ ലക്ഷ്യം. അതിലപ്പുറം അമേരിക്കയെ പിണക്കാനോ അമേരിക്കയോട് അവരുടെ സഖ്യത്തിൽ വിള്ളലുകൾ വീഴ്ത്താനോ ഇസ്രായേലിനെതിരെ കരുത്തോടെ നിന്ന് യുദ്ധം ചെയ്യാനോ ഈ അറബ് രാജ്യങ്ങൾക്ക് കഴിയില്ല. തീർച്ചയായിട്ടും അറബ് രാജ്യങ്ങളുടെ ഒരു ഉച്ചകോടി വെറും ഒരു പുറം ചട്ടയായിട്ട് മാത്രമേ കാണാൻ പറ്റൂ. ഒരിക്കലും ഇസ്രായേലിനെതിരെ തിരിയാൻ സാധ്യതയില്ല. തീർച്ചയായിട്ടും ഹമാസിനെ തുരത്തുക തന്നെ ചെയ്യും. ഇസ്രായേൽ ഭീകരാക്രമണത്തിനെതിരായിട്ട് തന്നെ ഇസ്രായേൽ ഉണ്ടായിരിക്കും. അത് ഖത്തറിൽ ഇനി ഉണ്ടെങ്കിൽ തന്നെ നേതാക്കന്മാർ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. തീർച്ചയായിട്ടും. നന്ദി, നമസ്കാരം.